ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക. നന്നായിട്ട് തിരുമ്മി മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു. നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് മാറ്റി വെക്കാം, അരച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് സവാള എടുത്തിട്ട് ഈ സവാള വറുത്തെടുക്കാനുള്ളതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. സവാള നല്ലപോലെ വറുത്തിട്ട് അത് കോരി മാറ്റി വെക്കുക. ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു. നേരത്തെ പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പ് അതിലോട്ടിട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുത്ത് ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ വറുത്തെടുത്ത ആ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തടച്ച് വെച്ചൊന്ന് വേവിക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് സവാള, കറിവേപ്പില, വറ്റൽമുളകും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് നമ്മൾ ഗരം മസാല ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ വെന്ത ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.